അപ്പൊ തംബ്നെയിൽ കണ്ട് ഈ വീഡിയോ കാണാൻ തുടങ്ങിയ കുറച്ച് ആളുകൾ കാണുമല്ലോ. അപ്പൊ അവരോടാണ്, ഇത് ജോയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആരാണ് ജോയി എന്താണെന്ന് കുറെ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇത് ചില ചേട്ടന്മാര് കാണും, മിക്ക വീഡിയോയുടെ അടിയിൽ ചില ചൊറിയന്മാര് വരാറുണ്ട്. അതായത് നീ കാശിന് വേണ്ടിയിട്ടല്ലടാ ചെയ്യുന്നത്, കാശിന് വേണ്ടിയിട്ടല്ലടാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവരോടാണ്, പറയേണ്ട കാര്യം പോലും ഇല്ല, എന്നാലും പറഞ്ഞങ്ങ് വിടുകയാണ്. എന്റെ മക്കളെ, ഈ വീഡിയോനകത്തുനിന്നൊന്നും എനിക്കൊന്നും കിട്ടത്തില്ല, അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ വീഡിയോ കാണുന്ന കൂടിപ്പോയ ഇത് കാണുന്ന 1000 പേരൊക്കെ ആയിരിക്കും, അങ്ങനെ അറ്റം പോയാ. അല്ലാതൊന്നും ഇതാരും കാണത്തില്ല എന്ന് എനിക്കറിയാം. ആർക്കും വേണ്ട. എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ബിഗ് ബോസ് പരിപാടിയൊക്കെ ആണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇടുമ്പോഴത്തേക്ക് അരമണിക്കൂർ കൊണ്ടും 20 മിനിറ്റ് കൊണ്ടും ഒക്കെ 1000-2000 പേരൊക്കെ കാണും. ഈ വീഡിയോ ഒരു സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുമ്പോഴൊന്നും ആർക്കും കാണാൻ താല്പര്യം കാണത്തില്ല, എനിക്കത് അറിയാം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് വീണ്ടും ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് അത്ര പ്രോപ്പറായിട്ട് ആയിരിക്കത്തില്ല, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ നല്ല പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും. മിസ്റ്റേക്കുകൾ കാണാം, പക്ഷെ അങ്ങനെ ചെയ്താലേ ഒരിക്കലും എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആരും സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയത്തെ പറ്റിയൊക്കെ. ഞാൻ നോക്കി എന്താണ് ആരും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഗതി വേറൊന്നുമല്ല, തിരുവനന്തപുരത്ത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, ഒരു ചേട്ടൻ ഒരു തോട്ടിൽ വീണിട്ട്, ആ തോട് ഒഴുകുന്നത് നമ്മുടെ അതിന്റെ ഒരു ആ തോട് പോകുന്നത് റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ കൂടെ ഒക്കെയാണ്. ഒരു അതിനൊരു പേര് പറയുമല്ലോ, ടണലൊക്കെ ഈ റെയിൽവേ ട്രാക്കിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പം ഈ ചേട്ടൻ ആ തോട്ടിൽ ഇറങ്ങാൻ കാരണം അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഇന്നലെ ഇറങ്ങിയതാ ചേട്ടൻ. ഇതുവരെയായിട്ടും അയ്യോ ഒരുപാട് പേര് കേട്ടോ, അത് മറ്റേ നമ്മുടെ ഫയർഫോഴ്സും അങ്ങനെ പല സേനയിലുള്ള ആൾക്കാർ. ഇന്നിപ്പോ വൈകിട്ട് ഇന്ന് വേറെ ഏതൊക്കെയോ ടീം, പട്ടാളക്കാരല്ല എന്തായാലും പറയുന്നത്, നാവികസേനയോ ആരൊക്കെയോ വരുന്നുണ്ട് ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട്, നേവിയൊക്കെ വരുന്നുണ്ട്. അപ്പം അവരോടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു അയ്യോ, ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ ഇത്രയും നേരം വരെ ഞാൻ ന്യൂസ് തന്നെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ന്യൂസ്. കാരണം അവരൊക്കെ ആ കനാലിലിറങ്ങി നിൽക്കുന്നത് എന്തോ ഒരു അഴുക്ക അതിനകത്ത്. അയ്യോ, സമ്മതിക്കണോ അവര്? എന്തോരം വേസ്റ്റാ. അതെല്ലാം പോട്ടെ, നമുക്ക് അതിലേക്കൊക്കെ വരാം. ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒന്നാമത് ആരും ചെയ്തില്ല കേട്ടോ, ഇതിനെപ്പറ്റി ആരും സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഒക്കെ വന്ന് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആരുടെയും കണ്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതോടെ വരെ ഞാൻ ആരുടെയും കണ്ടിട്ടില്ല. എനിക്ക് പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി, അതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുറച്ച് പേരെ 10 പേരോ 20 പേരോ കാണുന്നുണ്ടെങ്കിലും അത് ഞാനീ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. വേസ്റ്റ് അവിടെ ഇടരുത്, വെള്ളത്തിൽ എറിയരുതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഈ ഒരു സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. സങ്കടം വന്ന ആ പുള്ളിയുടെ അവസ്ഥ. ആ പുള്ളിക്ക് ഒരു അമ്മയുണ്ട്, ഈ ചേട്ടന്. അയ്യോ, അവർക്ക് പ്രായമായി വയ്യാത്തൊരു അമ്മയാ. അവരുടെ അവസ്ഥ ഇനി ഒന്ന് ആലോചിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇന്നലെ വീണ വ്യക്തിയാ. എന്തായാലും ഇനി പുള്ളി ജീവനോടൊന്നും പുറത്തേക്ക് വരാൻ എനിക്കറിയത്തില്ല, ചാൻസസ് വളരെ കുറവാ. ചാൻസസ് ഇല്ല, വളരെ കുറവെന്ന് പറയാനൊന്നും ഇല്ല. പോയി പുള്ളി. പക്ഷെ ആ വ്യക്തിയുടെ മൃതദേഹം പോലും കിട്ടുന്നില്ല. അമ്മ ചിലപ്പോ അത് നോക്കിയായിരിക്കും ഇരിക്കുന്നത്. എന്താ അവസ്ഥയല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടോ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനെക്കാട്ടിലൊക്കെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പ്, നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, മിക്കവരും എനിക്ക് തോന്നുന്നു ഈ ഒരു ന്യൂസ് അറിഞ്ഞവരായിരിക്കാം. ഒന്നുമില്ല, ചേട്ടനാ കനാലിൽ വീണു പോയി പുള്ളി. വേസ്റ്റ് ആയിരുന്നു മൊത്തം, അതിനകത്ത് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഇപ്പം നമ്മളെ ന്യൂസ് ചാനലിൽ വെച്ചാൽ അറിയാൻ പറ്റും. എനിക്ക് ഒരുപാട് ക്ലിപ്പൊന്നും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ചാനൽസിന്റെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ട്രൈക്കോ കോപ്പറേറ്റോ ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ തന്നെ വെക്കാൻ നോക്കാം. അഥവാ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കോപ്പറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് മാറ്റും. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കേൾപ്പിക്കാം, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അത് കേൾപ്പിക്കാനുള്ള ഒരു കാരണം, ഞാനത് ഒരു പോർഷനെ വെക്കുന്നുള്ളൂ, ഫുള്ള് ഡീറ്റെയിൽ ഒന്നും വെക്കുന്നില്ല. നമ്മുടെ അയ്യോ അങ്ങേരുടെ പേര് ഞാൻ മറന്നുപോയില്ല, വിദ്യാഭ്യാസ മന്ത്രി ഒരു സുന്ദരനുണ്ടല്ലോ, അയാളിരുന്ന് പറയുന്നുണ്ട്, അയാളാന്ന് തോന്നുന്നു പറഞ്ഞത്, നമുക്ക് അതിനകത്തൊന്നും ഒന്നും ചെയ്യാനില്ല, അതൊക്കെ കേന്ദ്രത്തിന്റെ ആണ് എന്തൊക്കെ. വലിയ ഒരു വ്യക്തി പോയി അതിന്റെ പേരിൽ സംസാരിക്കുമ്പം കുറ്റം മറ്റുള്ളവരുടെ തലയിൽ പഴിചാരുക, ആ ഒരു സാധനമൊക്കെ എനിക്ക് തോന്നിയത്. എന്താ ഇവന്മാരൊക്കെ കാണിക്കുന്നത്? പിന്നെ മറ്റേ നമ്മുടെ
മേയർ രാജേന്ദ്രന്റെ എനിക്ക് അവരുടെ സംസാരം കേട്ടപ്പോ ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചുതരാം അവര് പറയുന്നതൊക്കെ. എടോ എന്തിനാ ഇങ്ങനെ ഒരു മേയറൊക്കെ? എന്തിനാ നിങ്ങളൊക്കെ ഇവിടെ മറ്റുള്ളവരുടെ ദേഹത്ത് പഴി ചാരാതെ? നിങ്ങള് മേയറായിട്ടിരിക്കുന്ന നിൽക്കുന്ന സ്ഥലമാണോ? അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങള്? ഇറങ്ങിപ്പോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇറങ്ങിപ്പോ. അത് അവരുടെയിലാണ്, ഇവരുടെയിലാണ്. തിരുവനന്തപുരത്തിന്റെ മേയറാ നിങ്ങള്. അതറിയാമോ നിങ്ങൾക്ക്? അതറിയാമോ ചേച്ചിക്ക്? അതും ചേച്ചി മറന്നുപോയോ? മറ്റേ അന്നത്തെ ആ ഒരു KSRTC ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, റോഡിന്റെ നടുക്കൊണ്ട് വണ്ടി ഇട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോ ചേച്ചി എല്ലാം മറന്നോ? ചേച്ചി മേയറാന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാവോ? എല്ലാം പോട്ടെ, ഒരു മനുഷ്യൻ പോയി, അയാളുടെ ശരീരം തപ്പിക്കൊണ്ടിരിക്കും അവിടെ കുറെ എണ്ണം. അതിന്റെ ഇടയ്ക്കാണ് ഇവരുടെ ഇങ്ങനത്തെ വർത്താനമൊക്കെ. നിങ്ങളൊന്ന് കണ്ടേ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആമയിഴഞ്ചാൻ തോടിലെ അപകടം റെയിൽവേ ഭൂമിയിലാണെന്ന് പറഞ്ഞ് നഗരസഭയ്ക്ക് കൈകഴുകാനാവില്ലെന്ന് മാലിന്യ സംസ്കരണ രംഗത്തെ വിദഗ്ധർ. മുനിസിപ്പാലിറ്റി നിയമപ്രകാരം ഏത് പ്രദേശത്തെ മാലിന്യപ്രശ്നത്തിലും ഇടപെടാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തിന്റെ ഗൗരവവും വ്യാപ്തിയും മനസ്സിലാക്കുന്നില്ലെന്നും വിമർശനമുയരുന്നു. ഇത് പല ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന മാലിന്യമാണ്. അപ്പോൾ റെയിൽവേയുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ കാലങ്ങളിലൊന്നും മറ്റാരെയും കടത്തിവിട്ടുകൊണ്ട് ഒരു ക്ലീനിങ് നമുക്ക് പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ റെയിൽവേ തന്നെ ആ പ്രവൃത്തി ചെയ്യട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. റെയിൽവേക്ക് അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, കാരണം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിന്റെ സാങ്കേതിക രീതികളൊക്കെ ഉപയോഗപ്പെടുത്താം. ഒരു മനുഷ്യൻ മാലിന്യം നിറഞ്ഞ വെള്ളത്തിലും ചെളിയിലും മുങ്ങി താഴുമ്പോൾ ഭൂമി റെയിൽവേയുടെ കൈവശമുള്ളതാണെന്ന് പറഞ്ഞൊഴിയാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിയില്ല. സഹിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മേപ്പോട്ടിരിക്കുന്ന ഉള്ള ഓരോ അധികൃതര് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോഴത്തേക്ക് ആ മാലിന്യം കണ്ടോ നിങ്ങൾ അതിനകത്ത് കിടക്കുന്നത്? എന്തോരോ ഇതിപ്പോ ഇവരെ മാത്രമല്ല, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ, ഞാൻ വരെ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ പണ്ട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ട് ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നേരെ കുടിച്ച കുപ്പി നേരെ എടുത്ത് വെളിയിലോട്ടാണ് എറിയുന്നത്. പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും എറിയുക. എന്നിട്ട് അത് വെള്ളം കയറുമ്പോഴത്തേക്ക് അത് ഒഴുകി അത് ഇതുപോലുള്ള കനാലുകളിൽ ചെന്ന് ചാടും. പണ്ട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഞാൻ വളരെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇപ്പൊ ചെയ്യത്തില്ല, കാരണം ഞാൻ കുറച്ചു കാലമായിട്ട് വെളിയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചു എന്താണ്, എങ്ങനെയാണ് ഓരോ നാട്ടിൽ അവരവരുടെ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തുപ്പാൻ പറ്റത്തില്ല, റോട്ടിൽ തുപ്പാൻ പറ്റത്തില്ല. ഈ സിഗരറ്റ് വലിക്കുന്നവരുണ്ടല്ലോ, സിഗരറ്റ് വലിക്കാനായിട്ട് ഇപ്പൊ ഗൾഫ് കൺട്രീസിലാണെങ്കിലും ശരി, അവിടെ ഓരോടത്തും മറ്റേ ഓരോ ഇത് വെച്ചിട്ടുണ്ട്, നമുക്ക് നിന്ന് വലിച്ച് നമുക്ക് റോഡിന്റെ ഒക്കെ സൈഡിലൊക്കെ ആയിട്ട് കാണും. റോഡിന്റെ സൈഡിൽ നിന്ന് വലിക്കാം. അത് ഓരോ ഈ സിഗരറ്റ് മറ്റേ ആഷ്ട്രേ പോലത്തെ ഒരു ബിന്നുകൾ പോലെ കാണും, അവിടെ നിന്ന് വലിച്ച് അവിടെ കെടുത്താം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്തുണ്ട് ഈ സിഗരറ്റിന്റെ വേസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റോഡിന്റെ സൈഡിലും. എന്നാ ഇവിടുത്തെ മറ്റേ പോലീസുകാര് സൈഡിൽ നിന്ന് എവിടെയെങ്കിലും റോട്ടിൽ നിന്ന് വലിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഫൈൻ അടിപ്പിക്കാൻ നടക്കുക. ഈ സാധനം വിൽക്കുന്നതും ഗവൺമെന്റിന്റെ കീഴിലുള്ളവന്മാർ തന്നെ അത് ആൾക്കാർ എവിടെയെങ്കിലും നിന്ന് വലിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഉടനെ ഫൈൻ അടിപ്പിക്കാൻ നടക്കും. എന്നിട്ടെന്താ ഗുണം? റോഡിന്റെ സൈഡ് മൊത്തം ഈ കുറ്റികൾ കിടക്കും. മഴ പെയ്യുമ്പോ ഇതെല്ലാം ഒലിച്ച് എങ്ങോട്ടെങ്കിലും പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? വലിയ കേരളമാണ് കേരളം. രാഷ്ട്രീയ പാർട്ടികൾ 2, 3, 4 രാഷ്ട്രീയ പാർട്ടികൾ. അയ്യോ, എന്ത് ഗുണം? സാധാരണക്കാരൻ എന്ത് ഗുണമുള്ളത്? എനിക്കോ നിങ്ങൾക്കോ ആണ് ഇപ്പൊ ആ ചേട്ടന് പറ്റിയത്, നമുക്ക് ആർക്കെങ്കിലും പറ്റിയത് ക്ലീൻ ചെയ്യാനല്ല, നമ്മൾ അതുവഴി എങ്ങനെ പോകുമ്പോ അതിനകത്ത് വീണു, ഇത് നമുക്കാ പറ്റിയെങ്കിലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ ആർക്കെങ്കിലും ഒക്കെ? പറ്റത്തില്ലല്ലോ അല്ലെ? അതൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ അത്ര പുണ്യാളനാന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയും, എനിക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എന്റെ വീട്ടിൽ തന്നെ പണ്ട് തൊട്ടേ ഇരുന്നോണ്ടല്ല, ഈ നാട്ടിൽ നിന്ന് വെളിയിൽ പോയത് കൊണ്ടാ. കണ്ടു പലതും, അപ്പൊ മനസ്സിലായി. ദൈവത്തിന്റെ സ്വന്തം നാട്, ഈ നാട്ടിലാണ് ഈ പരിപാടികൾ. ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ എന്തോരം പ്രശ്നങ്ങൾ. ഞാൻ എന്റെ ഫാമിലി, എന്റെ വീട് വരുന്നത് പ്രോപ്പറായിട്ട്, ഞാൻ ആലപ്പി അല്ലെങ്കിൽ എന്റെ വീട് വരുന്നത് ആലപ്പിയാണ്. അപ്പോ ഈ കനാലിലൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുകളും നിങ്ങളൊന്ന് കാണണം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആലപ്പി എന്ന് പറയുന്നത്. ഇപ്പോഴും ഉണ്ട് കുറെ നമ്മുടെ ഈ ആലപ്പുഴ ഈ കനാൽ തോടുകളുണ്ട്.
ഇപ്പൊ കുറെ എണ്ണം ടൗണിലുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ക്ലീൻ ചെയ്യുന്നുണ്ട്. എടോ അതല്ലാതെ ഉൾപ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോരം തോടുകൾ ഉണ്ടെന്നറിയോ? ഇപ്പോഴും ഉള്ള പ്ലാസ്റ്റിക്കും അതും ഇതും ഇല്ലാത്ത എല്ലാം ഉണ്ട് ഇതിനകത്തൊക്കെ. നിങ്ങൾ ഈ ചേട്ടന്റെ ഈ തോട്ടില് ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഞാൻ ഇവിടെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം ഇടയ്ക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് തൊഴാൻ തോന്നുന്നു. എങ്ങനെ ഇവർക്ക് അതിനകത്ത് ഇറങ്ങി നിന്ന് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചത്. ആ വേസ്റ്റിനകത്ത് അവർക്കിനി എന്തൊക്കെ അസുഖങ്ങൾ വരും ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ അസുഖങ്ങൾ വരും? അവർ ഫുൾ കവേർഡ് ആയിട്ടൊക്കെ ആയിരിക്കും. എന്നിട്ടും ആ ഹെൽമെറ്റ്, ഞാൻ ആ മാസ്കും അവർ തല വെച്ചിരിക്കുന്ന ഈ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഞാൻ കണ്ടു അവരുടെ നെറ്റി എല്ലാം വെള്ളം നനഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെ കവർ ചെയ്തിട്ട് പോയാലും എന്നിട്ട് അവരുടെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം വാർത്തയില്. ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്കിനി എന്തൊക്കെ അസുഖങ്ങൾ വരും? ഇതെല്ലാം മൈൻഡ് ചെയ്യാതെ അവർ ഇറങ്ങുന്നുണ്ടല്ലോ. അയ്യോ, ഒരു ബിഗ് സല്യൂട്ട് അവർക്ക്. മേളിരിക്കുന്നവർക്കല്ല, ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നവർക്ക്. മേളിലിരിക്കുന്നവർക്ക് ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതിയല്ലോ. ഇത് തന്നെ നിങ്ങളിപ്പോ നോക്കിക്കോ. ഇപ്പൊ ആ ചേട്ടന്റെ ബോഡി കിട്ടിയെന്ന് വിചാരിച്ചോ, പരിപാടി അത് കഴിഞ്ഞാൽ തീർന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കാശ്, ആ പുള്ളിയുടെ അമ്മയ്ക്ക് വയ്യാത്തതാ, അവർക്ക് എന്തെങ്കിലും കുറച്ച് തുച്ഛമായിട്ടുള്ള എന്നാ പിടിച്ചോ പിച്ച, പരിപാടി കഴിഞ്ഞു. നാളെയും ഇത് തന്നെ അവിടെ വേസ്റ്റ്. വീണ്ടും ആ റെയിൽവേ ട്രാക്കിൽ പോകുന്നവന്മാരെല്ലാം അവിടെ ഇട്ടിട്ട് പോകും. ഞാൻ കണ്ടിട്ടുള്ള എവിടെയാണെന്നറിയോ? ഞാൻ എനിക്ക് 1-2 കൊല്ലം മുമ്പ് ഞാൻ ശ്രദ്ധിച്ചതാണ് നാട്ടിൽ വന്നപ്പം. നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക്, ട്രെയിൻ അവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇതും വരുന്നുണ്ട്. അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡും വരുന്നുണ്ട്. അപ്പൊ ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഏരിയ ഒക്കെ ആകുമ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പുറത്തേക്ക് സാധനങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാലേ മതി, ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട് ഇപ്പോഴും അവിടെ. എന്നാൽ ആ ഭാഗമൊക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറമാണ് ഈ കമ്മട്ടിപ്പാടം എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പണ്ട് ഇടയ്ക്ക് കുറച്ചു കാലമൊക്കെ ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ അറിയാം. ഫുൾ പെട്ടെന്ന് വെള്ളം കയറുന്നത്. വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ കിടക്കുന്ന ഈ വേസ്റ്റും അല്ല, അതിന്റെ സൈഡിലൊക്കെ ഒരുപാട് വീടുകളും ഉണ്ട്, ഫുള്ള് വേസ്റ്റും ആയിട്ട്. അയ്യോ, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ആ ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നില്ല. അതിന്റെ അപ്പുറമൊക്കെ തോടുകളൊക്കെ ഉണ്ട്. ഓഫ്, എന്തോരം തോടുകളാ, എന്തോരം തോടുകൾ ഇപ്പോഴും. എവിടെ ഇവിടുത്തെ ഗവൺമെന്റിനുള്ള കാശൊക്കെ എവിടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഷ്ടം പോലെ ടാക്സ് കിട്ടുന്നില്ലേ? എന്തോരം കോടീശ്വരന്മാരുള്ള സ്ഥലമാണ് ഈ കേരളം. എന്തോരം അവരുടെ നിന്നൊക്കെ കിട്ടുന്നില്ല ഒരുപാട്, നമ്മുടെ കണ്ണിന്നൊക്കെ മേടിക്കുന്നതിന്റെ ഒരുപാട്. എവിടെ ഇതൊക്കെ? എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ നിങ്ങൾക്ക്? അടുത്തൊരു വ്യക്തി പോയി, ഇനി ആരായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന അടുത്ത വള്ളി സോറി, അങ്ങനെ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ അല്ല പറയണ്ടേ. വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്ന കണ്ടിട്ടാണോ? ഇതാ ചേട്ടനായിട്ട് വരച്ചു വെച്ചല്ല, പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു പരിധിയിൽ കൂടുതൽ ജനങ്ങൾ പങ്കുണ്ട് ഈ വേസ്റ്റ് കാരണം. അവിടെ ഇവിടെ പിന്നെ ജനങ്ങളെ മാത്രമല്ല, ഈ വേസ്റ്റ് നമ്മളിപ്പോ ഒരു ബിന്നിൽ ഇട്ടെന്ന് വിചാരിച്ചു, വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇട്ടു. ഇവന്മാരത് എവിടെയാ കൊണ്ട് കളയുന്നത് നമുക്കറിയാവോ? ഇവന്മാരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാവോ? ഈ ഒരു കനാലിൽ തന്നെ ഇത്രയും വേസ്റ്റ് വന്നെന്ന് പറയുന്നില്ലേ? ഈ ചിലപ്പോൾ അവിടുന്ന് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വേറെ സ്ഥലം കാണത്തില്ല കൊണ്ട് കളയും. ഇവര് നേരെ ഇതിനകത്തായിരിക്കും കൊണ്ട് തട്ടുന്നത്. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? പറയുന്ന വെച്ചിട്ട് ആ ഒരു ടണല് ഫുള്ള് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇപ്പം പ്ലാറ്റ്ഫോം 3 അവിടെ കണ്ട ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോൾ തുറന്നിട്ട് അവിടെ എന്തോ മറ്റേ വേസ്റ്റ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു തടവ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആ കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ചേട്ടന്റെ ബോഡി അവിടെ ആ ഒരു ഭാഗത്തുനിന്ന് കിടക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് വേസ്റ്റാ, ഇവർക്ക് തപ്പാൻ പറ്റുന്നില്ല. ഈ ഇറങ്ങുന്നവരെ ഞാൻ വീണ്ടും എന്താ പറയുന്നത്, അയ്യോ അവരെങ്ങനെ ഇനി വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവന്മാർ എന്ത് ചെയ്യുമെന്നാ നിങ്ങളുടെ വിചാരം? ഈ വേസ്റ്റ് എന്റെ ചോദ്യം അതാ, ഈ വേസ്റ്റ് ഒക്കെ ഇനി അവിടുന്ന് എടുത്ത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട് ഇവിടെ വേസ്റ്റ് നശിപ്പിക്കാനായിട്ട് ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. നല്ല രീതിയിലാണ് അങ്ങ് നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെയൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഈ കനാലിനകത്തൊന്നും കേരളത്തിന്റെ പല സ്ഥലത്തുള്ള പല കനാലിലും ഇത്രയും വേസ്റ്റ് വരത്തില്ല. മനസ്സിലായില്ലേ? അത് കാരണം ഇതൊക്കെ ഒഴുകിയെത്തുന്നതായിരിക്കും കൂടുതൽ. എങ്ങനെ ഒഴുകിയെത്തുന്നു? ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവന്മാർ ഇടുന്ന സ്ഥലത്തുനിന്ന് വേസ്റ്റ് ഇടുന്നിടത്തുനിന്ന് എല്ലാം പോരുന്നതല്ലേ അല്ലേ? ഇനി അതൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിവിടെ നടക്കുമോ ഈ നാട്ടില്? എന്റെ ചോദ്യം ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ ആ 10 പേരോട്, ആ 10 പേർക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കമന്റ് ഇടുക, കമന്റ് ബോക്സിൽ പറയുക.
നടക്കുമോ എന്തെങ്കിലും ഒരു മാറ്റം? കുറെ പേര് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയും പറയുന്നുണ്ടായിരുന്നു ഇത് ഒരിക്കലും മാറത്തില്ല എന്ന്. അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാനതൊക്കെ ഇപ്പൊ ആലോചിക്കുന്നത്. എൻ്റെ ഒരു മനസാക്ഷി, എൻ്റെ ഒരു സമാധാനം, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു. അധികം ആൾക്കാർ കണ്ടില്ലെങ്കിലും റവന്യൂ ഒന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നടന്നാ വലിയ കാര്യം. ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു സർക്കിളിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ബൈ.